ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂരിലാണ്. അടൂരിൽ കഴിഞ്ഞ ദിവസം മുതൽ ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ പത്തനംതിട്ടയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 3 ദിവസങ്ങളിലേക്കാണ് പ്രദർശനം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയുള്ള സമയത്ത് പ്രവേശനം സൗജന്യമായി ആളുകൾക്ക് കാണാവുന്നതാണ്. ഇന്നിപ്പോൾ നിൽക്കുന്നത് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ലത വിൽസൺ മാഡത്തിൻ്റെ കളക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ലത മാഡത്തിൻ്റെ കളക്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കാണാം. ഞാൻ ഈ കറൻസി കോയിനും ആൻറ്റിക്സും കളക്ട് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ കളക്ഷൻസ്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് അവിടെ ഓരോ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് കൊണ്ടുതരുമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ അങ്ങനെ പലരിൽ നിന്ന് ചോദിക്കുകയും വാങ്ങിക്കുകയും ചെയ്ത് ഏകദേശം കുറേ കളക്ഷൻസ് എനിക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഏകദേശം 230 രാജ്യത്തെ കോയിൻസ് എൻ്റെ കയ്യിലുണ്ട്, കറൻസീസുണ്ട്. അതിൽ ഞാൻ 70 രാജ്യങ്ങളുടെ നാണയങ്ങൾ ഞാൻ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് 70 രാജ്യങ്ങളുടെ നാണയങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇത് അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ കോയിൻസാണ്. മരിച്ചുപോയതായ പ്രസിഡൻസിൻ്റെ കോയിൻസാണ്. ഇത് 39 പേരുടേതും ഇതിനകത്തുണ്ട്. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കറൻസിയാണിത്. ഇത് $100 ട്രില്യൺ ഒരു നോട്ടാണ്. ഇതിനകത്ത് 14 പൂജ്യങ്ങളുണ്ട്. 10 ലക്ഷം കോടിയുടെ ഒരൊറ്റ നോട്ടാണ് സിംബാബ്വേയുടെ. ഇത് വളരെ റെയറാണ്. ഇപ്പോൾ ഇത് നിർത്തലാക്കിയിരിക്കുന്ന ഒന്നതാണ്. ഇതിന് ഏറ്റവും കൂടുതൽ പൂജ്യം ഉള്ളതിനാൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച നോട്ടാണിത്. ഇതിൻ്റെ രാജ്യം കുറഞ്ഞു നിന്നിരുന്ന സമയത്താണ് ഈ നോട്ട് പുറത്തിറക്കിയിരുന്നത്. പിന്നീട് സിംബാബ്വെ ഈ നോട്ട് നിർത്തലാക്കി. ഇത് സൗത്ത് ആഫ്രിക്കൻ നോട്ട്. US ഡോളറുമാണ് കൂടുതലായും സിംബാബ്വെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഹൈ ഡിനോമിനേഷൻ കോയിൻസിലെ പ്രധാനപ്പെട്ട ചിലതാണിത്. ഇത് യുഗോസ്ലോവിയയുടെ ഇത്രയും പൂജ്യങ്ങളുള്ള ഒരു നോട്ടാണ്. ഇത് 2.5 കോടിയുടെ ഗ്രീസിൻ്റെ ഒരു നോട്ടാണ്. ഇത് ക്രൊയേഷ്യയുടെ ഒരു നോട്ടാണ്. ഇസ്രായേലിൻ്റെ 1000ൻ്റെ ഒരു ശേഖലാണിത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കളക്ഷനാണിത്. ഇസ്രായേലിൻ്റെ കോയിൻസ്. ഞങ്ങൾ ഇസ്രായേൽ പോയിരുന്നപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേക ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിലായ അരശേക്കൽ, അതുപോലെ തന്നെ അന്നത്തെ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സാണ് ഓരോ കോയിൻസിലും ഉള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കളക്ഷനാണ്. ഇത് 10 ലക്ഷത്തിൻ്റെ തുർക്കിയുടെ ഒരു നാണയമാണ്. 10 ലക്ഷത്തിൻ്റെയൊക്കെ വളരെ റെയറാണ്. ഇത് നമ്മുടെ സാധാരണ കാണപ്പെടുന്ന ഒന്നല്ല. തുർക്കിയുടെ ഒരു കോയിനാണിത്. ഇത് അതുപോലെ തന്നെ തുർക്കിയുടെ 7.5 ലക്ഷത്തിൻ്റെ ഒരു കോയിനാണ്. വളരെ ചെറുതാണ്. 7.5 ലക്ഷത്തിൻ്റെ ഒരു കോയിനാണിത്. അതുപോലെ തന്നെ തുർക്കിയുടെ 5 ലക്ഷത്തിൻ്റെ ഒരു കോയിനാണിത്. 5 ലക്ഷം. ഇത് വളരെ കാഴ്ചയിൽ വളരെ ചെറുതാണെങ്കിലും അവിടെ ഇത് വളരെ വിലയുള്ളതാണ്. 5 ലക്ഷം. അതുപോലെ തന്നെ തുർക്കിയുടെ മറ്റൊരു നാണയമാണ് 1 ലക്ഷത്തിൻ്റെ ഒന്ന്. ഇനി കുറച്ച് കറൻസികൾ കാണാവുന്നതാണ്. അത് ഹൈ ഡിനോമിനേഷൻ്റെ കുറച്ച് കറൻസികളാണ്. ഇത് 5 പൂജ്യം, 7 പൂജ്യം, 9 പൂജ്യം, അങ്ങനെ തന്നെ വിയറ്റ്നാമിൻ്റെ, സെയറ്, യുഗോസ്ലോവിയ, അങ്ങനെ പല കൺട്രികളുടെ വന്നിട്ട് ഇത് ഗോൾഡ് ഫോയിൽ ഉള്ള നോട്ടുകളാണ്. ഇതെല്ലാം സിംബാബ്വേയുടെ ഉണ്ട്, യുഗോസ്ലോവിയയുടെ ഉണ്ട്, വിയറ്റ്നാമിൻ്റെ ഉണ്ട്, സെയറ്, അങ്ങനെ സൊമാലിലാൻഡ്, അങ്ങനെ പല രാജ്യങ്ങളുടെ, സെയറ ലിയോണി, ക്രൊയേഷ്യ, ഗ്രീസിൻ്റെ 1 കോടി, മൊക്കാംബിക്കിൻ്റെ കുറച്ച്, കാനഡയുടെ കുറച്ച് പൈസ, അങ്ങനെ കുറച്ച് ഹൈ ഡിനോമിനേഷൻ കറൻസീസാണ് എൻ്റെ കയ്യിലുള്ളത്.
ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ആൻറ്റിക്സിൽ ചിലത് മാത്രം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്.